അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലത്തി യദ്രിക്നി യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷനും കാസർഗോഡ് മംഗലാപുരം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ പ്രസിഡൻറ്റും കേന്ദ്ര മുഷാവറ അംഗവും ചെമ്പരിക്ക മംഗലാപുരം ഖാദിയുമായ ബഹുമാനപ്പെട്ട തക്ക ഉസ്താദ്, ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ഉസ്മാൻ ഫൈലി തോടാർ, ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ പെട്ട കടബ ഷരീഫ് ഫൈസി, മറ്റ് പ്രഗത്ഭന്മാരായ ബഹുമാനപ്പെട്ട ബാത്തിഷ തങ്ങൾ, ജമിയത്തുൽ ഉലമയുടെയും SVSൻ്റെയും SKSSFൻ്റെയും മറ്റ് സമസ്തയുടെ പോഷക സംഘടനയുടെയൊക്കെ നേതാക്കന്മാരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഒരുപാട് വ്യക്തിത്വങ്ങൾ, മഹാന്മാരും അഭിവന്യരും ബഹുമാന്യരുമായ നേതാക്കന്മാരാണ് സദസ്സിലും സ്റ്റേജിലും ഉപവിഷ്ടരായിട്ടുള്ളത്. ഓരോരുത്തരുടെയും പേര് വിളിക്കേണ്ടതാണ്. സമയം താമസിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവരും പേരെടുത്ത് ഉദ്ധരിക്കുന്നില്ല. അള്ളാഹു ഇതുപോലെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. 1989 ഫിർഖത്തിൻ്റെ ശേഷം കേരളത്തിൽ അധികം സമസ്തയിൽ നിന്ന് പുറത്താക്കിയവരുടെ ശല്യം ഏറ്റിട്ടില്ലെങ്കിലും ദക്ഷിണ കർണാടകയുടെ ഭാഗത്തൊക്കെ വ്യാപകമായ അവരുടെ ആധിക്യവും കടന്നുകയറ്റവും ഉണ്ടായിരുന്നു. 89 ശേഷം നമ്മുടെ ഈ ഭാഗത്ത് 90 കാലഘട്ടത്തിൽ തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ബഹുമാനപ്പെട്ട കാസിം മുസ്ലിയാർ സെക്രട്ടറിയും കോട്ട ഉസ്താദ് പ്രസിഡൻറ്റുമായിട്ടുള്ള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചപ്പോൾ 90 എന്നാണ് എനിക്ക് തോന്നുന്നത്, കടവ വൈസിയൊക്കെ അതിലുണ്ടായിരുന്നു. അന്ന് സമസ്തയുടെ മുഷാവറ ദക്ഷിണ കർണാടക ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് കാസിം മുസ്ലിയാർ എഴുതിയൊരു കത്ത് കിട്ടുകയുണ്ടായി. വെറുതെ തിരഞ്ഞെടുത്തതല്ല. അന്ന് അങ്ങോളിങ്ങോളം കാസർഗോഡ് ജില്ലയിലും ദക്ഷിണ കർണാടകയിലും തങ്ങളായി സമസ്തയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെയാണ് തിരഞ്ഞെടുത്തത്. കാസർഗോഡ് ജില്ലയിൽ ബഹുമാനപ്പെട്ട കുമ്പൂൽ സയ്യിദന്മാരും അതുപോലെ തന്നെ താഹിറുൽ അഹ്ദൽ തങ്ങളും, മംഗലാപുരം കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട ഉള്ളാളം സയ്യിദ് അവറുകളെല്ലാം സമസ്തയുടെ മറുപക്ഷത്തായപ്പോൾ സമസ്തയുടെ പക്ഷത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പുത്തൂർ തങ്ങൾ എന്ന പേര് അറിയപ്പെടുന്ന മരിച്ചുപോയ മഹാനവറുകളായിരുന്നു. അവറുകൾ മാത്രമാണ് ഈ ഭാഗത്ത് സമസ്തയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന മഹാൻ. എൻ്റെ ബാപ്പാൻ്റെ ശരീക്കും കൂടിയാണ് കിയൂർ കുഞ്ഞിപ്പം മുസ്ലിയാരെടുത്ത് വെച്ച് ഓതുമ്പോൾ അവരുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റമദാനിൽ ബഹുമാനപ്പെട്ട KK ഹസ്രത്ത് മഹാനവറുടെ വഫാത്തിൻ്റെ ആ ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട പുത്തൂർ തങ്ങൾ വഫാത്തായത്. വഫാത്തായപ്പോൾ പിന്നെ സമസ്തക്ക് തങ്ങളെന്ന് പറയാൻ, പ്രസംഗിക്കാൻ പറ്റുന്ന, ഒരു മുമ്പിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന സയ്യിദന്മാരില്ല എന്ന് ഞാൻ പറയുന്നില്ല, വ്യക്തിത്വം ഇല്ലാതിരുന്ന സമയത്ത് സമസ്തയുടെ കറാമത്തെന്ന് പറയാം ഒന്നുമല്ലാത്ത ഈ ഉള്ളവൻ ഈ രൂപത്തിൽ പ്രസംഗിക്കുവാനും ഓടിച്ചാടി നടക്കുവാനൊക്കെ ഉണ്ടായിരുന്നത് ഈ ഉള്ളവനാണ്. അങ്ങോളം പ്രവർത്തിച്ചിട്ടുണ്ട്. കുവൈത്ത് കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട കുമ്പുൽ അലിത്തങ്ങൾ പരസ്യമായി രംഗത്ത് വരുന്നതും സമസ്തയിലേക്ക് വരുന്നതും പ്രവർത്തിക്കുന്നതും. അതുവരെ ബഹുമാനപ്പെട്ട അലിത്തങ്ങൾ അവர்களுം സമസ്തയിലാണെങ്കിലും സജീവമായിരുന്നില്ല. അന്ന് ഒരുപാട് ത്യാഗങ്ങൾ, നമ്മൾ ആദ്യമായിട്ട് കർണാടകയിൽ ഒരു സ്ഥാപനം ഇല്ലാതിരുന്നപ്പോൾ KEC എന്ന് പറയുന്ന ഉസ്മാൻ, നമ്മുടെ ഹുസൈൻ ദാരിമിയുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിച്ചതും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൊണ്ടുവന്ന് കുറ്റടിപ്പിച്ചതൊക്കെ ആ സമയത്താണ്. അവിടെ നിന്നുകൊണ്ട് ഒരുപാട് സമ്മേളനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സമ്മേളനം എന്ന് പറഞ്ഞാൽ കന്യാന എന്ന് പറയുന്ന സ്ഥലത്ത് വാസ്തവത്തിൽ സമസ്തയുടെ ആരുമില്ല, 1-2 പേര് മാത്രമാണ് അവരുമായി സ്വാധീനിച്ച് നമ്മുടെ കടബ അബ്ദുല്ലാജി കടമ്പാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും കൂടി ഒരുപാട് സ്വാധീനം അതിലുണ്ട്. അങ്ങനെ തന്നെ കന്യാന സുലൈം മുസ്ലിയാരുടെ
ആ നാട്ടിൽ പരിപാടി വെച്ച് സത്താർ പന്തലൂരിനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചപ്പോൾ സ്റ്റേജിലിരുന്ന് നമ്മൾക്കടക്കം ഏറ് കിട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഏറ് എനിക്ക് കൊണ്ടിട്ടില്ലെങ്കിലും അന്ന് സ്റ്റേജ് കയ്യേറിയിരുന്നു അവിടെ. അത്രമാത്രം ത്യാഗം ചെയ്ത് ദക്ഷിണ കർണാടകയുടെ പല ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്മിയത്തുലമയ്ക്ക് വേണ്ടി അന്നത്തെ പ്രാസംഗികന്മാരും നമ്മളൊക്കെ നമ്മുടെ സാൽമാർ ഉമർ ദാരിമി അടക്കമുള്ള പ്രാസംഗികന്മാരും മറ്റൊക്കെ അനന്തരം പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ സ്ഥിതിയിൽ ഒരുപാട് മാലിന്യങ്ങളെയും ഉമറാക്കളെയും വാർത്തെടുക്കാൻ നമ്മൾക്ക് സാധിച്ചത് അന്ന് ആ ചെയ്ത ത്യാഗത്തിൻ്റെ അനന്തരഫലമാണ്. കേരളത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്തക്കാർ ജമ്മിയത്തുലമയുടെ ഉലമാക്കളൊക്കെ ഇപ്പോൾ കർണാടകയിലേക്ക് വരാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. ബഹുമാനപ്പെട്ട CM ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ജമ്മിയത്തുലമ രൂപീകരിക്കാൻ മംഗലാപുരത്ത് കൂടിയപ്പോൾ ഈ ഉള്ളവനെ പ്രസിഡൻ്റാക്കണം എന്നൊരു ഒരു സൂചന ഉണ്ടായിരുന്നു. ഞാൻ അർഹതപ്പെട്ടവനായതുകൊണ്ടല്ല, പക്ഷേ ഞാനന്ന് തീർത്തു നിൽക്കാത്തതിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ട CM ഉസ്താദ് എന്ന പ്രസിഡൻ്റായി വന്നത്. CM ഉസ്താദ് വഫാത്തായപ്പോൾ ഇത് നിയന്ത്രിക്കാൻ ഒരാളുമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ് അവർകൾ മിത്തബയിൽ ജമ്മിയത്തുലമയുടെ യോഗം വിളിച്ച് ആ യോഗത്തിൽ വെച്ച് നിർബന്ധമായിട്ട് ഏറ്റെടുക്കണം, ജമ്മിയത്തുലമയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഉള്ളവൻ അന്ന് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വന്നത്. പിന്നെ ഞാൻ കേരളത്തിലും കർണാടകയിലും ആകുമ്പോൾ പ്രവർത്തനത്തിന് കൂടുതൽ എത്താൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അടുത്ത് ഞാൻ പിന്മാറാനുള്ള കാരണം. വാസ്തവത്തിൽ പിന്മാറിയ സ്ഥാനത്ത് നിന്ന് മാറിയെന്നല്ലാതെ പ്രവർത്തനത്തിൽ നിന്ന് മാറിയിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൂടുകര ഞാൻ കാളിയായിട്ടുണ്ടാകും. പലവർക്കും മൂടുകരി നന്ദനെ കാളിസ്ഥാനം മാറി എന്നുള്ള ഒരു സംശയവും ചോദ്യമൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ മൂടുകര ആദ്യം കാളിയായിട്ട് തീരുമാനിച്ച് മിത്തബയിൽ ഉസ്താനാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ നാട്ടുകാരുടെ തീരുമാനം. പക്ഷെ മൂപ്പരെ എങ്ങനെ നിൽക്കാതിരുന്നപ്പോഴാണ് എൻ്റെ അടുക്കലേക്ക് കാളിയാകണമെന്ന് പറഞ്ഞു വന്നത്. ഞാനും നിന്നില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അസ്ഗരി തങ്ങൾ എന്ന് വ്യാപകമായി ഇങ്ങോട്ട് വരുന്നതുണ്ടായപ്പോൾ മൂപ്പരെ കാളിയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അവിടെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അസ്ഗരി തങ്ങളെ കാളിയാക്കി എൻ്റെ വാപ്പാൻ്റെ ഉസ്താദ് എന്ന നിലക്ക് ഞങ്ങളുടെ കുടുംബവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ മൂപ്പർക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ മൂപ്പരെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ബയ്യത്ത് ചെയ്ത് ഉടനെ തന്നെ മൂപ്പര് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ എണീച്ച് നിന്നിട്ട് പറഞ്ഞു, ഞാൻ കാളിയാണ്, എൻ്റെ നായിബ് കാളിയായി എൻ്റെ ശിഷ്യൻ ഫഖറുദ്ദീൻ്റെ മകൻ സൈനുലാബിദിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ഞാൻ കാളിയാണെന്ന് ഞാൻ അറിയുന്നത്. വാപ്പാരുടെ പോലും എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തങ്ങളങ്ങനെ പറഞ്ഞാൽ പിന്നെ നിർവാഹമില്ലല്ലോ. പക്ഷേ തങ്ങൾ വഫാത്താകുന്നത് വരെയും തങ്ങളുടെ നായിബ് കാളിയായിട്ട് തന്നെ തുടർന്നു. തങ്ങൾ വഫാത്തായ ഉടനെ തന്നെ മൂടുകരക്കാരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് അനുയോജ്യമായ കാളിനെ കണ്ടെത്തണം, ഇനി തുടരാൻ ഞാനുണ്ട്. പ്രയാസം ഉണ്ടായിട്ടൊന്നല്ല, വളരെ ധീരമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിലായാലും കർണാടകയിലായാലും മൂടുകര സംയുക്തമായതിൻ്റെ കാളി എന്ന നിലക്ക് തന്നെ കാളി സ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തിലേക്ക് മാലിന്യത്തിലുള്ള 17ഓളം ജമായത്തുകാരെ വിളിച്ചു വരുത്തി അവിടെ SKSF രൂപീകരിക്കണമെന്ന് പറഞ്ഞ് സർക്കുലർ അയച്ച് ഒരേ നിമിഷത്തിൽ 17 സ്ഥലത്തും SKSF രൂപീകരിച്ച ഒരു കാളി ഉണ്ടെങ്കിൽ അത് ഈ കാളിയെ ഉണ്ടാവും. അന്ന് കാളിയായ സമയത്ത് മറ്റൊരാൾക്ക് അത്ര ധൈര്യം കിട്ടൂല. ഞാൻ പറയുന്നത് അന്ന് ഒരു മാലിന്യത്തിൽ മാത്രമാണ്, വലിയൊരു മാലിന്യത്തിൽ പ്രശ്നം ഉണ്ടായി. അവന് കാളി എന്നതിനാൾക്ക് ഞാൻ തന്നെ തീർക്കാൻ വേണ്ടി പോയി. എല്ലാവരുടെ വാദവും കേട്ടു. എല്ലാവരും ഓരോന്നും പറഞ്ഞു. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റ് സമസ്തയിൽ നിന്ന് പുറത്താക്കിയവർ പറഞ്ഞു ഇവിടെ വേറെ സംഘടന ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് സംഘടന വേണ്ട, മറ്റേ പോലെ തന്നെ പോയാൽ മതി. അങ്ങനെ പലവരും പറഞ്ഞു. എല്ലാം കേട്ട് അവസാനം കാളി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മുഅല്ലിം എനിക്ക് MSR കിട്ടണമെങ്കിൽ SKSF ഒപ്പിടണം. ഞാനിവിടുത്തെ മൂടുകര കാളിയാണ്, ദക്ഷിണ കർണാടകൻ. അന്ന് ഞാൻ പ്രസിഡൻ്റാണ്, ജമ്മിയത്തുലമൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ടാൽ വിദ്യാഭ്യാസ ബോർഡ് സ്വീകരിക്കൂല. SKSF രൂപീകരിക്കണം. അത് സമസ്തൻ്റെ കീഴ്ഘടകമാണ്. അത് വേണോ വേണ്ടേ, അതുകൊണ്ട് അത് ആവശ്യമാണ്, അതുകൊണ്ട് അത് രൂപീകരിക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ മറ്റവർ ചാടി എണീച്ചു. ഞാൻ പറഞ്ഞത് കാലിൻ്റെ അവസാന വിധിയാണ്, വിധി പറഞ്ഞിരിക്കുന്നു, 3 സ്ഥലത്തോടെ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. പിന്നെ അതിനോട് ആകാതെ തീർന്നു, പിന്നെ ചർച്ചയ്ക്ക് നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് സ്ഥിതി. അങ്ങനെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച അൽഹംദുലില്ലാഹ് ഇന്ന് ഈ രൂപത്തിൽ ഇപ്പം നമ്മളെ KR ദാരിമി പറഞ്ഞല്ലോ, വളരെയധികം ശ്ലാഘനീയമായ രൂപത്തിൽ, മാതൃകാപരമായ രൂപത്തിൽ വളരെയധികം ഉഷാറായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനം ഇപ്പം അടുത്ത കാലത്ത് വന്നതാണ്. ആ പ്രവർത്തനം വളരെ ഉഷാറായപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ഈ ഭാഗത്ത് ആകമാനം നമ്മൾക്ക് സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ SM കൃഷ്ണ മുഖ്യമന്ത്രിയായ സമയത്ത് നമ്മുടെ മദ്രസയുടെ സമയത്തിന് പ്രയാസം വരുന്ന രൂപത്തിൽ ഇവിടെയുള്ള സ്കൂളുകളുടെ സമയം മാറ്റത്തിൻ്റെ പ്രശ്നം വന്നു. SM കൃഷ്ണ മുഖ്യമന്ത്രിയായി മന്ത്രിസഭയിൽ പാസ്സാക്കി നിയമസഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. 8 മണിക്ക് സ്കൂൾ തുടങ്ങുന്ന സമയം. പക്ഷെ നമ്മളെ ഈ ജമ്മിയത്തുൽ ഉലമക്ക് അന്ന് അത്രമാത്രം ശക്തിയായിട്ടില്ല. ഇവിടെ
പ്രവർത്തകന്മാർ ശക്തിയായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു സാഹചര്യമായിട്ടില്ല. അന്ന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ ദക്ഷിണ കർണാടകയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ഞങ്ങൾ മുസ്ലിം ലീഗുകാർ ആലോചിക്കുകയും അന്ന് ബനാത്ത് വാല സാഹിബ് MP ആണ്, അദ്ദേഹത്തിന് കൂട്ടി വന്ന് വന്നൊരു സമ്മേളനം നമ്മൾ പിന്നെ ഇവിടെ വെക്കുകയും SM കൃഷ്ണയ്ക്ക് ആ മദ്രസയുടെ സമയം മദ്രസയ്ക്ക് പ്രശ്നം വാങ്ങുന്ന രൂപത്തിൽ സ്കൂളുകളുടെ സമയം മാറ്റുന്ന പ്രശ്നത്തിനെതിരെ ആഞ്ഞെടുത്ത് പ്രസംഗിക്കുകയും ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളെ കൊണ്ട് സോണിയാഗാന്ധിക്ക് വിളിപ്പിക്കുകയും അങ്ങനെയാണ് SM കൃഷ്ണനെ കൊണ്ട് തീരുമാനം മാറ്റിപ്പിക്കാൻ വേണ്ടി സാധിച്ചതെങ്കിൽ അതിലും നമ്മുടെ ദൗത്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മദ്രസക്കെതിരിൽ ഇവിടെ ഹൈക്കോടതിയിൽ മറ്റേ വർഗീയത പറഞ്ഞിട്ട് പിന്നെ തീവ്രവാദം പറഞ്ഞിട്ട് കേസ് കൊടുത്തുന്നു. ആ കേസ് കൊടുത്തപ്പോഴും ഇവിടെയുള്ള മുഖ്യമന്ത്രി സിദ്ധാമരയെ കാണാൻ നമ്മുടെ കാഞ്ഞങ്ങാട് സംയുക്തമായത്തിന്റെ പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജിയുമായിട്ട് സംസാരിച്ച്, പാണക്കാട് തങ്ങൾമാരുമായി സംസാരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിനെ കണ്ട് സംസാരിച്ചിരുന്നു. നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ശക്തി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദാരിമി സൂചിപ്പിച്ചു, ശമ്പളം വളരെ കുറവാണ് നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക്, ഒരുപാട് അവർക്ക് പ്രയാസമുണ്ട്, എന്നൊക്കെ വളരെ ശരിയാണ്. പക്ഷെ എന്നാലും മുഅല്ലിമീങ്ങളായ നമ്മൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും മറ്റുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പോലെ ഒരു ശമ്പളത്തിന് മാത്രം തൊഴിൽ ചെയ്യുന്ന വേതനം പറ്റുന്നവരല്ല നമ്മൾ. അതുകൊണ്ട് ശമ്പളം പറ്റണ്ട എന്നെല്ലാം പറയുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാവണം. ഞാൻ പഠിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, ഞാൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അതാണ് അതിന്റെ യഥാർത്ഥ മഖ്സൂദ്, അതാവണം. അതിന്റെ പിന്നിലുള്ള ശമ്പളവും മറ്റൊക്കെ അത് പിന്നെ വരുന്നതാണ്. വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം ശമ്പളം ഞാൻ നിങ്ങളങ്ങനെ ചെയ്തെന്ന് വിചാരിക്കരുത്. പണ്ടേ ശംസുല്ലമക്ക് മൂലാമാർക്ക് എതിരാ, കാരണം എന്തുകൊണ്ട് മൂപ്പരും അല്ലാതെ മൂലാമാറ പറയും. അതുകൊണ്ടാണല്ലോ ഇവർക്ക് തന്നപ്പോൾ മൂലാമാറുടെ ആ ഭാഗത്തായത്. ശംസുല്ലമ കാര്യമായിട്ട് മുഅല്ലിമീങ്ങൾ ശരിക്കും ഉപദേശിക്കാറുണ്ടായിരുന്നു. നമ്മൾ വെറും ഒരു കൂലി തൊഴിലാളികളായിട്ട് മാത്രം മാറരുത്. നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിച്ചവരും അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിപ്പിക്കുന്നവരും ആവണം. അള്ളാഹുവിന്റെ വജ്ഹാവണം നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. ആ ലക്ഷ്യം മുമ്പിലുണ്ടായാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ശമ്പളം കൊടുക്കണ്ടെന്നോ പറ്റണ്ടെന്നോ വേണ്ടെന്നല്ല പറയുന്നത്. നമ്മൾക്കറിയാലോ, 10ഉം 12ഒക്കെ മക്കളുണ്ടായിരുന്ന പണ്ടത്തെ മുഅല്ലിമീങ്ങളും ഉസ്താദുമാറും യഥാർത്ഥത്തിൽ അവരുടെ കുടുംബം പോറ്റിയതും അവര് വാസ്തവത്തിൽ പുര കെട്ടിയതും ജീവിച്ചതും മക്കളെ കെട്ടിച്ചതും എല്ലാം ഇന്നത്തെ പോലെ ശമ്പളം ഇല്ലെങ്കിലും വളരെ തുച്ഛമായ ശമ്പളം അവർക്ക് അല്ലാഹു തആല ഒരു ബർക്കത്ത് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഉപ്പമാരുടെ മക്കൾ ഈ കൂട്ടത്തിലില്ലേ? 5ഉം 6ഉം 7ഉം മക്കളില്ലാത്ത കഴിഞ്ഞ തലമുറയിൽ എവിടെയില്ലാത്തത്? അങ്ങനെ ഉസ്താദന്മാർക്ക് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നവരില്ലേ? അപൂർവം ചില മക്കളില്ലാത്തവരുണ്ടാവാം. അവർക്ക് മുക്കറി പണിയെടുത്തിട്ടോ മുഅല്ലിം പണിയെടുത്തിട്ടോ അല്ലെങ്കിൽ ഖത്തീബായിട്ടോ മുദരിസായിട്ടോ കിട്ടുന്ന വേതനം ഇന്നത്തെ പോലെ വേതനമില്ല. അല്ലെങ്കിൽ 90-75 ശേഷമാണ് വ്യാപകമായി ഗൾഫ് വന്നിട്ട് മുലാമാർക്കൊക്കെ കണ്ടമാനം പൈസ കിട്ടാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പ് അങ്ങനെയില്ല. കിട്ടുന്ന കാശ് എന്തെങ്കിലും കടലിൽ ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്തിട്ടോ കൃഷി ചെയ്തിട്ടോ കിട്ടുന്ന മിച്ചം അതിൽ നിന്നാണ് ഉസ്താദന്മാർക്ക് കൊടുക്കുക. നേർച്ച കഴിച്ചാലും മൗലിദ് കഴിച്ചാലും മറ്റ് സഹായം അങ്ങനെ കിട്ടിയിട്ട് തന്നെ നമ്മളൊക്കെ വലുതാക്കിയതും നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചതെല്ലാം ഈ കിട്ടുന്ന വേതനം കൊണ്ടാണ്. എന്താ കാരണം? അവർ പഠിച്ചത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, അവർ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അവർക്ക് കൊടുക്കപ്പെടുന്ന ശമ്പളത്തിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യപ്പെടുന്നു. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കൊടുക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവണം, വാങ്ങുന്നവർക്കും തൃപ്തി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരുടെ വേതനത്തിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുകയുള്ളൂ. കൊടുക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവണം. എന്തേ ഇന്നത്തെ കൂലി തൊഴിലാളികൾക്കൊന്നും ബർക്കത്തില്ലാത്തത്? 8 മണിക്ക് 9 മണിക്ക് വരും, കുറെ വീട് വലിച്ചിട്ടും അതുപോലെ തന്നെ മൊബൈൽ സംസാരിച്ചിട്ടും സമയം കളയും. അവസാനം അവർ കൂലി കൊടുക്കുമ്പോൾ ഹലാക്കിയിട്ടെന്നല്ലേ പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. കൊടുക്കുന്നവർക്ക് തൃപ്തിയില്ല. കൊടുക്കുന്നവർക്ക് തൃപ്തിയില്ലാതെ വാങ്ങിയാൽ ആ മുതലിൽ ബർക്കത്തുണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അപ്പം വാസ്തവത്തിൽ തൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ശമ്പളം നമ്മുടെ മുഅല്ലിമീങ്ങളുടെ ശമ്പളമാണ്. കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉസ്താദന്മാർ നിർത്തുമ്പോൾ തന്നെ പറയും, ഞങ്ങളുടെ പ്രയാസപ്പെട്ട മഹല്ലാണ്, ആരുമില്ലാത്ത മഹല്ലാണ്, ഒന്തിക കൊണ്ട് മാത്രം കൊടുക്കുന്ന മഹല്ലാണ്, ഉസ്താദ് അതിന് നിൽക്കണം എന്നൊക്കെ പറയുകയും ഇതൊന്നും അല്ല എന്നാൽ ഞങ്ങൾ തരികയാണ് എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടിട്ട് കൊടുക്കുകയാണ്. ആ ശമ്പളം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മാനേജ്മെന്റിന് പ്രയാസമുണ്ട്. നിങ്ങൾ ചെയ്ത വേതനത്തിന് ഇത് മതിയാവൂല, എങ്കിൽ ഞങ്ങൾ തരികയാണ്. ആ തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ കൊടുക്കുന്ന ആ വേതനം സന്തോഷത്തോടുകൂടെ മുഅല്ലിമീങ്ങൾ കിട്ടുമ്പോൾ അതിൽ ബർക്കത്താവുകയാണ്. ഇന്നത്തെ മുഅല്ലിമീങ്ങളും ചില ഉസ്താദന്മാരുടെ സ്ഥിതി എന്താണ്? നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു ഖത്തീബും മുക്രിയും പള്ളിയിലുണ്ടെങ്കിലോ അധിക സമയത്ത് രണ്ടാളും ഒന്നിച്ചിട്ട് പള്ളിയിലുണ്ടാവില്ല. മുക്രിവും ഖത്തീബും ഉണ്ടാവില്ല, ഖത്തീബും മുക്രി ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കും മുഅല്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ട്. ഒരുപാട് ഉത്തരവാദപ്പെട്ട മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കാൻ അധികവും പരാതി വരുന്ന അങ്ങനെയാ. മുക്രി ഉണ്ടാകുമ്പോൾ ഉസ്താദ് ഉണ്ടാവില്ല, ഉസ്താദ് ഉണ്ടാകും മുക്രി ഉണ്ടാവില്ല. രണ്ടുകൊല്ലം ഒരുമിച്ച് കിട്ടാൻ വല്ല മണിയാ.
കാരണം അങ്ങനെയല്ലല്ലോ, രണ്ടാൾ നിർത്തുന്നതിനാ, ഒരാൾ പോകുമ്പോൾ ഒരാൾക്ക് നിൽക്കാനാണ്. അല്ല, ഒരു മുക്രിക്ക് ഇത്ര നിശ്ചിത പിന്നെ ലീവുണ്ട്, ഖത്തീബിന് ഇത്ര ലീവുണ്ട്. ഖത്തീബ് പോകുമ്പം മുക്രി ഉണ്ടാകുന്നത് മാത്രമല്ല, ഖത്തീബ് ഉണ്ടാകുമ്പോഴും മുക്രി ഉണ്ടാവണം. മുക്രി കൊടുക്കേണ്ട ഭാഗം മുക്രി കൊടുക്കണ്ടേ? വാസ്തവത്തിൽ ആ കമ്മിറ്റിക്കാര് തൃപ്തിയില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഖത്തീബിന് ഇത്ര ദിവസം ലീവുണ്ട്, ആ ലീവിനേക്കാൾ അധികം ഖത്തീബ് വീട്ടിലേക്ക് പോയി, എന്നാ പിന്നെ ആ ശമ്പളം കട്ട് ചെയ്യാതെ ശമ്പളം വാങ്ങാൻ പറ്റുമോ? നമ്മൾക്കത് ജായിസാകുമോ? നമ്മൾ കണ്ണിത്ത് ഉസ്താദിന്റെ കഥ പറയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി ഇദ്രീസ് മുസ്ലിയാരുടെ കഥ പറയും. ഹൗലിന്റെ കരയിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദ് കാണുമ്പോൾ ഇദ്രീസ് മുസ്ലിയാരെ കണ്ടപ്പം പ്രയാസപ്പെട്ടു പോയി. എന്തിനാ ഉസ്താദ് ഹൗലും കരയിൽ കിടന്നത് എന്ന് പ്രയാസപ്പെട്ടപ്പോ ഉസ്താദ് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പള്ളിന്റെ വാതിൽ തുറന്നു തരൂലായിരുന്നോ എന്നൊക്കെ ചോദിച്ച കഥ നമ്മൾക്കറിയാം. മഹാനവറുകൾ ഇതേപോലെ മദ്രസന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി നടന്ന് ത്യാഗം ചെയ്ത് ഒരു പള്ളിയിലേക്ക് എത്തിയപ്പം പള്ളിയിലെ മുക്കുരി പറഞ്ഞു, ആരും പുറനാട്ടാറെ പള്ളിൻ്റെ ഉള്ളിൽ കടത്താൻ പാടില്ല, കമ്മിറ്റിന്റെ നിയമാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഔലിന്റെ കരിയിൽ അവിടെ ഒരു തോർത്തുമുണ്ടും പിരിച്ചു കടന്നു. മൂപ്പറ കയ്യിൽ സാധാരണ ഒരു തോർത്തുമുണ്ടുണ്ടാവും. വാസ്തുവിൽ മുദ്രീസ് താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുദ്രീസ് താഴെ സ്വബൈക്ക് തഹജ്ജുദിന്റെ സമയത്ത് ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഇദ്രീസ് മുസ്ലിയാർ ഔലും കരയിൽ എണീക്കുന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ. ഖത്തീബ് ആകെ പ്രയാസപ്പെട്ടു പോയി, വിഷമിച്ചു പോയി. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ ഇദ്രീസ് മുസ്ലിയാർ ഉണ്ടെന്ന് ഉസ്താദിനോട് പറയണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയെ കാണുമായിരുന്നല്ലോ, എൻ്റെ റൂമിൽ കിടക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇദ്രീസ് മുസ്ലിയാർ പറഞ്ഞത്, എന്താ ഇതിന്റെ കാര്യം? ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനല്ലേ, ഞാൻ ഇവിടെ കിടന്നാൽ മതിയല്ലോ, കുറച്ച് കൊതുവിന്റെ കടി കൊണ്ടുവന്നല്ലാതെ വേറെ പ്രയാസമൊന്നും എനിക്കുണ്ടായിട്ടില്ല എന്ന് പ്രസംഗിക്കുന്ന നമ്മൾ ഈ ആധുനിക സൗകര്യം മോട്ടോർ സൈക്കിൾ നേരെ പള്ളിയിലേക്ക് എത്താത്തതിന്റെ പേരിൽ മാലിന്യമായിട്ട് നിൽക്കാതെ എത്ര മാലിന്യങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ സൗകര്യം കിട്ടാത്തതിന്റെ പേരിൽ നിൽക്കാതെ എത്ര മാലിന്യങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. കിട്ടുന്ന സൗകര്യം തന്നെ പോരാഞ്ഞിട്ട് അവിടുന്ന് രാജിവെച്ച് ഇടക്കാലത്ത് പോലും രാജിവെച്ച് പോയിട്ട് പ്രയാസപ്പെടുന്ന എത്ര നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടവരല്ലേ? നമ്മൾ വയല് മാത്രം പറയുന്നവരല്ല, അത് ഉൾക്കൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയാമെന്ന് മനസ്സിലാക്കി പോകരുത്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മാലിന്യമിനെ കണ്ടു, നാട്ടിലേക്കൊന്നും പോക്കില്ലെന്ന് വെച്ചാൽ ആൾ പറഞ്ഞു, ഞാൻ ഇന്ന് നാട്ടിൽ പോയിരുന്നു, റേഞ്ച് യോഗമാണ്. റേഞ്ച് യോഗത്തിന് മദ്രസ ലീവായതുകൊണ്ട് ഞാൻ റേഞ്ചിന്റെ യോഗത്തിന് പോയില്ല, ഞാൻ പുരക്ക് പോയിട്ട് വന്നതാണെന്ന്. റേഞ്ചിന് മദ്രസക്ക് ലീവുണ്ട്. മദ്രസക്ക് റേഞ്ചിന് ലീവുണ്ടായാൽ അന്നേത്തെ ദിവസം മദ്രസന്റെ ശമ്പളം കമ്മിറ്റിക്കാർ കൊടുക്കണം. റേഞ്ച് യോഗത്തിന് പോകണം. റേഞ്ച് യോഗത്തിന് മുഫത്തിഷന്മാർ അവർക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അത് നടപ്പിൽ വരുത്തണം. അതിനാണ് മദ്രസയിലെ മുഅല്ലിമീങ്ങൾക്ക് മദ്രസ ലീവ് കൊടുത്തിട്ട് റേഞ്ച് യോഗത്തിന് പോകാൻ വേണ്ടി പറയുന്നത്. യഥാർത്ഥത്തിൽ ആ മദ്രസക്ക് ലീവ് കൊടുത്ത് റേഞ്ച് യോഗത്തിന് പോകാതെ അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ മദ്രസയിലേക്ക് പോയാൽ അന്നത്തെ ദിവസത്തെ ശമ്പളം അവനിക്ക് ഹറാമല്ലേ? അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? റേഞ്ച് യോഗത്തിന് പോകാതെ റേഞ്ച് യോഗത്തിന് പോയി എന്നും പറഞ്ഞ് അവന്റെ പുരയിൽ പോയിട്ട് വീണ്ടും അവന്റെ പള്ളിയിലേക്ക് പോയാൽ ആ ശമ്പളം കട്ട് ചെയ്യണ്ടേ, ഒഴിവാക്കണ്ടേ? അല്ലെങ്കിൽ ആ ശമ്പളം എനിക്ക് ഹറാമല്ലേ ശറയിൽ? നമ്മൾ എത്ര പേരുണ്ട് ഇത് സൂക്ഷിക്കുന്നവർ? റേഞ്ച് യോഗത്തിന് വരാതെ റേഞ്ച് യോഗത്തിന് എത്താതെ മദ്രസ ലീവും കൊടുത്തു ഓന്റെ ആവശ്യത്തിന് കുടുംബത്തിലെ കല്യാണത്തിനോ അല്ലെങ്കിൽ കുട്ടിനെ കെട്ടിക്കാൻ പോകുന്നിടത്തൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആ പൈസ എനിക്ക് ഹലാലാവോ? നമ്മൾ വാസ്തവത്തിൽ ഉത്തരവാദപ്പെട്ട മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്ക് വലിയ സ്ഥാനമുള്ളവരാണ്. ഒരു വലിയ മുദരിസിനേക്കാൾ ഒരു പക്ഷെ സ്ഥാനം അള്ളാന്റെ അടുക്ക് ഈ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ് പഠിപ്പിക്കുന്ന മുഅല്ലിമാണ്. കാരണം അവർക്ക് അലിഫും ബാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദുമാർ, പള്ളിയിലെ ഉസ്താദുമാർ. ചെറിയ മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയിലെ ഉസ്താദുമാർ. കുട്ടിക്ക് ഉളു മുറിയുന്ന കാര്യവും നിസ്കാരം കുളി നിർബന്ധമാകുന്ന കാര്യവും പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയിലെ ഉസ്താദുമാരാണ്. അവർ ശരിക്കും വളർത്തി അടിത്തറാക്കിയ ശേഷമാണ് ഒരു കുട്ടി ദർസിലേക്ക് പോകുന്നത്. മുദരിസിന് വലിയ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുദരിസിന്റെ വില ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല. വളരെയധികം ത്യാഗം ചെയ്യുന്ന അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അഹോരാത്രം ത്യാഗം ചെയ്യുന്നവരാണ് മദ്രസയിലെ മുഅല്ലിമീങ്ങൾ. ഒരു മുദരിസായാൽ ആ മുദരിസിന് ഏറ്റവും അധികം കടപ്പാട് കോളേജിൽ നിന്ന് പട്ടും പിന്നെ കോട്ട് കൊടുത്ത ഉസ്താദിനോടോ ദർസിൽ പഠിപ്പിച്ച ഉസ്താദിനോട് മാത്രമാവരുത്. മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മുഅല്ലിമിനെ കാണുമ്പോൾ, ഉസ്താദിനെ കാണുമ്പോൾ ഇവരെക്കാളെല്ലാം ബഹുമാനം ആ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനോട് കാണിക്കണം. ഒരു പക്ഷേ ഇവന്റെ അത്ര ഇൽമുണ്ടായിന്ന് വരില്ല, ഇവന്റെ അത്ര സ്ഥാനം ഉണ്ടായിന്ന് വരില്ല. ഇവനൊരു പക്ഷെ മുദരിസാവാം, ഇവനൊരു പക്ഷെ ഖാദിയാവാം, ഇവനൊരു പക്ഷെ വലിയ ആളായിന്ന് വന്നേക്കാം. പക്ഷേ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിപ്പിച്ച മുഅല്ലിമിന്റെ സ്ഥാനം മറ്റൊരാളത്തും കിട്ടൂല. കാരണം ഇവനിക്ക് അടിത്തറ പഠിപ്പിച്ച ദീൻ പഠിപ്പിച്ചത് ഈ ഉസ്താദാണ്. അപ്പൊ മദ്രസ മുഅല്ലിമീങ്ങളുടെ സ്ഥാനം ചെറുതല്ല. പക്ഷെ ആ മദ്രസ മുഅല്ലിമീങ്ങളും ചിന്തിക്കണം, എന്റെ കയ്യിലാണ് ദീനുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ പാരമ്പര്യം അത് നമ്മൾ മുറുകെ പിടിക്കണം. പാരമ്പര്യം മുറുകെ പിടിക്കണം. ചില ഉസ്താദുമാർ പാരമ്പര്യമായിട്ട് ചില
സ്ഥലത്ത് അദ്ദാദ് റാത്തീബ്, ഞാനിത് വേദനയോടുകൂടെ പറയുന്നത്, പാരമ്പര്യമായിട്ട് അദ്ദാദ് റാത്തീബ് നടന്നു വരുന്നത് ചിലപ്പോ ഇശാ നിസ്കാരത്തിന് ശേഷമായിരിക്കും. അങ്ങനെ തന്നെയാണ് അദ്ദാദിന്റെ വളവും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അദ്ദാദ് റളിയല്ലാഹു അൻഹു ഇജാസത്ത് കൊടുത്തതും അങ്ങനെ തന്നെയാണ്. റമദാൻ മാസത്തിൽ ഇശാ ബാങ്കിന്റെയും ഇശാ നിസ്കാരത്തിന്റെ ഇടയിലും, റമദാൻ അല്ലാത്തപ്പോ ഇശാ നിസ്കാരത്തിന് ശേഷമാണ് അദ്ദാദ് റാത്തീബ് കഴിക്കേണ്ടത്. ചില നമ്മളെ മുഅല്ലിം സുഹൃത്തുക്കൾ ചില സ്ഥലത്ത് പോയാൽ ആ അദ്ദാദ് അങ്ങനെ തന്നെ മാറ്റി ഇശാന്റെ മുമ്പാക്കും. മദ്രസ വിടുന്നത് വരെ മുക്രിമാർ ഇല്ല, ഇവരെ ഇരിക്കൂല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും മുഅല്ലിമീങ്ങളെ ഉസ്താദുമാരെ ഇരിക്കൂല. അത് മുക്രിക്ക് പണിഞ്ഞ പണി. അല്ലെങ്കിൽ ദ്വാരക്കാനാകുമ്പോൾ ഓർ വന്നിരിക്കും. ഒരു ബഹുമാനം. അദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. നാടന്മാർക്കത് വലിയ ബഹുമാനമായിട്ട് കാണുന്നതാണ്. നമ്മൾ ആ ബഹുമാനത്തിന് വില കുറച്ച് കാണിക്കരുത്. നമ്മൾ അവിടെ ഉണ്ടാവും. നമുക്ക് എന്താ അദ്ദാദ് പറ്റൂലേ? നമ്മളെല്ലാം തികഞ്ഞവരാണോ? അധികവരും കാണാം അദ്ദാദിന് ഇവര് വല്ല പുറത്ത് വല്ല ശേഖന്മാരായിട്ട് നിൽക്കും. മുക്കുരിയും കുറച്ച് കുട്ടികൾ അവിടെ ചൊല്ലും. ഇയാൾ വരെ ദ്വാരക്കാനാകുമ്പോൾ ഇവനെ കൊണ്ട് ദ്വാരിപ്പിക്കാൻ പാടില്ല. അദ്ദാദിന്റെ മസാല എങ്ങനെയാ? അദ്ദാദ് ചെല്ലുമ്പോ മജ്ലിസിൽ ആരാണോ നേതൃത്വം അവർ ദ്വാ ചെയ്യണം. കൂട്ടത്തിൽ അഹ്ലു ബൈത്ത് ഉണ്ടെങ്കിൽ അവരോട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയണം. ചെയ്യുന്നില്ലെങ്കിൽ ഈ അദ്ദാദിന് നേതൃത്വം കൊടുത്താൽ തന്നെയാ ദ്വാരക്കേണ്ടത്. അല്ലാതെ മുക്കുരി എല്ലാം ചെല്ലെല്ലാം റെഡി ആയിട്ട് വന്ന് ദ്വാരക്കാനാകുമ്പോൾ ജോർ വന്ന് ദ്വാരക്കാന്ന് പറഞ്ഞാൽ അത് അദ്ദാദ് റാത്തീബിന്റെ വളവിന് പറ്റിയതല്ല. ആ ഇജാസത്ത് കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെയാ മശൈഖന്മാർ ഇജാസത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൗലൂദിന്റെ മജ്ലിസ് ബാത്തിൽ നിന്ന് വ്യാപകം നമ്മൾക്കറിയാം. റബ്ബി ലെവൽ വരാൻ വേണ്ടി പോവാം. റബ്ബി ലെവൽ വരാൻ വേണ്ടി പോകുമ്പോ ആ മൗലൂദിന്റെ മജ്ലിസിനിക്ക് സാധാരണക്കാർ ഒരു ബഹുമാനം വെച്ചിട്ടുണ്ട്. ആ ബഹുമാനം നമ്മൾ കളയരുത്. നമ്മൾ ചന്ദനപ്പടിയിട്ടിരിക്കും. ഇപ്പം നമ്മൾ എന്റെ ചെറുപ്പത്തിൽ ചന്ദനപ്പടിയിട്ടിരിക്കാൻ ഒരു ഉസ്താദും വിടൂല. എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഉസ്താദും വിടൂല. ഹത്തിയാത്തിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കണം. ഞാൻ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒന്നാമത്തെ തയ്യാത്തിന് അല്ലെങ്കിൽ രണ്ടാമത്തെ തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇഫ്തിറാഷിന് ഇരുത്തം അല്ലെങ്കിൽ തബറുക്കിന്റെ ഇരുത്തം, ഈ ഇരുത്തം ഇരിക്കാൻ തന്നെ ഉസ്താദുമാർ കൽപ്പിക്കും. ഇന്നോ നിസ്കാരം സലാം വീട്ടുകാർ വരെ ഉസ്താദും ചന്ദനപ്പടിയിട്ടിരിക്കും, മക്കവും ചന്ദനപ്പടിയിട്ടിരിക്കും. ആരോട് ഉപദേശിക്കാൻ? ഈ ചന്ദനപ്പടിയിട്ടിരിക്കുന്ന ഇരുത്തം അത് അഹങ്കാരികളുടെ ഇരുത്തമാണെന്ന് മാല്യയുടെ ആശയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവത്തിൽ അഹങ്കാരികളുടെ ഇരുത്തമാണ്. വിനയം കാണിക്കുന്നവരുടെ ഇരുത്തം അല്ല, അഹങ്കാരികളുടെ ഇരുത്തമാണ്. പിന്നെ ചില ഉസ്താദുമാർക്ക് കാലിലോ മറ്റേ വേദന വന്നാൽ കാലിന്റെ സുഹൃത്തിനിരിക്കും. നമ്മളെ മുഅല്ലിം സുഹൃത്തുക്ക് അത്ര വലിയ ബാധമൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഈ ചന്ദനപ്പെട്ടിട്ടിരിക്കാൻ. എവിടെ പോയാലും ചന്ദനപ്പെട്ടിട്ടിരിക്കും. അതപ്പ് എന്ന് പറയുന്നത് വാസ്തവം നമ്മൾ ചിന്തിക്കണം. ഉസ്താദുമാരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പുകവലിക്കുന്ന മുഅല്ലിം സുഹൃത്തുക്കൾ വരെയുണ്ട്. പാടില്ല. ഉസ്താദുമാർ അവർ വളരെയധികം കർക്കശനമായി കുട്ടികളുടെ മുമ്പിൽ മാതൃകാപരമായിട്ട് തന്നെ ജീവിക്കണം. നെരിയാണിക്ക് തുണി താവുന്നുണ്ട് നമ്മളെ മുഅല്ലിം സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾ ഒന്നടിച്ച് വിഷമിപ്പിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ ചെറുപ്പക്കാരനാണ്. ആ തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ അന്ന് തങ്ങൾ പുകവലിക്കുമായിരുന്നു. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവർ ദർജന അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. തങ്ങൾ പിന്നെ ശേഷം വലിക്കാറില്ല. അന്ന് വലിക്കുമ്പോ അന്ന് തങ്ങളുടെ കൂടെ യാത്ര തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ തങ്ങളുടെ കയ്യിൽ സിഗരറ്റ് വേണം. തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയ കൂട്ടത്തിൽ വലിയവരുണ്ട്, തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ സാധാരണക്കാരനുണ്ട്. പക്ഷെ കാറ് നിർത്തിയിട്ട് തങ്ങൾ തന്നെ നേരെ കടയിലേക്ക് പോയി. പാണക്കാടിന്റെ തൊട്ടടുത്ത കടയിൽ, തങ്ങൾ സാധാരണ പോകുന്ന കടയിൽ തങ്ങൾ തന്നെ പോയിട്ട് അതിങ്ങോട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നു. എന്നാ തങ്ങൾക്ക് ആ ചെറിയ കുട്ടിയോട് പറഞ്ഞുകൂടായിരുന്നോ? തങ്ങൾ പറഞ്ഞില്ല. നമ്മൾ മുഅല്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. പുകവലി പാടില്ല നമ്മൾ പറയും. മദ്രസയിലെ കുട്ടിനെ തന്നെ സിഗരറ്റ് വലിക്കാൻ വാങ്ങാൻ വേണ്ടി പീടിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. ഇതെന്ത് വിരോധാഭാസ? ഞാനിത് ആക്ഷേപിച്ചിട്ട് പറയുന്നത് ഇത് മുഅല്ലിം സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ മാതൃകാപരമാണ്. ഉസ്താദ് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പുകവലിക്കരുത്. പുക പോയി വാങ്ങിക്കൊണ്ടുവരാൻ നമ്മുടെ മുതാലിമിങ്ങളെ കുട്ടികളെ അയക്കരുത്. കാരണം അത് നിഷിദ്ധാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരല്ലേ നമ്മൾ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ നമ്മളവിടെ മാതൃകാപരമായി അത്തയ്യാത്തിനിരിക്കുന്ന പോലെ ഇരിക്കണം. അദ്ദാദ് റാത്തീബിന് നമ്മൾ ഉണ്ടാവണം. നമ്മൾ തലമറക്കുന്നവരാവണം, അല്ലെങ്കിൽ തലയിൽ കിട്ടുന്നവരാവണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് വാസ്തവത്തിൽ മറ്റുള്ളവരെ പോലെ അല്ല. നമ്മൾ ദീനിന്റെ ശിആറുകൾ നിലനിർത്തേണ്ടവരും ദീനിന്റെ ദഅവത്ത് നടത്തേണ്ടവരും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിച്ച് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിക്കുന്നവരാണ്. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച് പാസ്സായി ഇങ്ങനെ വന്നല്ലോ, 1 രൂപ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ചെലവുണ്ടാവും. ഓതാൻ കൊണ്ടാക്കി 1ാമത്തെ 2ാമത്തെ കൊല്ലം ചെലവുണ്ടാവും. 3ാമത്തെ കൊല്ലം മുതലായി ഉറുദിക്ക് തുടങ്ങിയില്ലേ? ഈ സമുദായവും സമൂഹം ഇത് തേച്ചു ഏറ്റെടുത്തത്. ഒരു വാസ്തവത്തിൽ ഭൗതികപരമായിട്ട് ഒരു കുട്ടി പഠിക്കുന്നെങ്കിൽ LKG മുതൽ അവൻ എഞ്ചിനീയർ ആകുന്നത് വരെ, ഡോക്ടർ ആകുന്നത് വരെ, അല്ലെങ്കിൽ ജില്ലാ കലക്ടർ ആകുന്നത് വരെ, പോലീസ് ഉദ്യോഗസ്ഥനാകുന്നത് വരെ എത്ര ചെലവനിക്കുണ്ട്, എത്ര ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ഇതെല്ലായാലും വാസ്തവത്തിൽ അവനിക്ക് എത്രമാത്രം കൈക്കൂലി കൊടുക്കുന്ന ഒരു ജോലി കിട്ടണമെങ്കിൽ, ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് ഒരു അധ്യാപകന് ജോലി കിട്ടണമെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ 6 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൈക്കൂലി കൊടുക്കണം ഒരു മാനേജ്മെന്റ് ജോലി കിട്ടാൻ. നമ്മളെ മുഅല്ലിം സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പൈസ
കൊടുക്കും, ഒന്ന് നല്ലൊരു മുദരിസിനെ മുഅല്ലിമിനെ കിട്ടാൻ വേണ്ടി. അങ്ങനല്ലേ നമ്മളത് ചിന്തിക്കണ്ടേ? നമ്മൾ അള്ളാഹുവിൻ നമ്മളെ ഈ സമുദായം പോറ്റിയത്, ഈ സമുദായം പഠിപ്പിച്ചത്, ആരംഭ നബിതങ്ങൾ അതിനുള്ള പോരിശകളും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഈ മുഅല്ലിമീങ്ങൾ മൗലാറാക്കുന്നതിനും അതുപോലെ തന്നെ ആലിമീങ്ങളാക്കുന്നതിനും വേണ്ടി സഹായിക്കുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു തആല സ്ഥാനം വെച്ചതും എന്തിനു വേണ്ടിയാ? നമ്മൾ ഉഷാറായിട്ട് പഠിച്ചപ്പോൾ ചിലവരൊക്കെ കാണാമല്ലോ, ഉഷാറായിട്ട് പഠിക്കും, നല്ല ഉഷാറായി എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി എടുക്കും. ഉദാഹരണത്തിന് ഉദവികൾ, അതുപോലെ തന്നെ പിന്നെ വാഫികൾ, ഞാൻ അവരെ ഒന്നിച്ച് ആഞ്ഞടിച്ച് കുറ്റം പറയുന്നില്ല, ദീനി ദഅവത്ത് അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈസുകളോ മറ്റൊക്കെ ബിരുദമായി വാങ്ങി വന്നാൽ കുറച്ച് കഴിവുണ്ടെന്ന് കണ്ടാൽ ഇവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കണ്ട അപ്പം പായും ഗൾഫിലേക്ക്. അല്ലാഹ് അല്ലേ ബർക്കത്താക്കണ്ട്? നിങ്ങൾ ഗൾഫിൽ പോയിട്ട് മുതലാളിമാരാകാൻ വേണ്ടിയിട്ടാണോ സമുദായം നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചതല്ലോ? സമുദായത്തിനും സമൂഹത്തിനും സേവനം ചെയ്യാനല്ലേ? ഇത് അള്ളാഹു തആല വീക്ഷിക്കൂലേ? അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ സമൂഹം നമുക്ക് പഠിപ്പിച്ചെന്നത്? ആ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാതെ ദുനിയാവിന്റെ ആഡംബരം മാത്രം നോക്കി, ദുനിയാവിന്റെ സുഖം മാത്രം ലക്ഷ്യം വെച്ച്, സമ്പത്തിനോട് മാത്രം ആഗ്രഹം പ്രകടിപ്പിച്ച് ഇവിടെ ദീനി ദഅവത്ത് ചെയ്യാതെ നമ്മളെ സ്വന്തം രൂപത്തിൽ തന്നെ ഗൾഫിലേക്ക് മറ്റൊക്കെ പോയി കമ്പനിയിലും മറ്റൊക്കെ ജോലി കിട്ടി ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങാന്ന് പറഞ്ഞാൽ ഓനിക്ക് അതിന്റെ അപ്പുറം ശമ്പളം ലക്ഷക്കണക്കിന് ചെലവ് വരും. ആ പൈസ എനിക്ക് ദയാത്ത രൂപത്തിൽ വരും. കാരണം ബർക്കത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ്. ബർക്കത്ത് നമ്മൾക്ക് കുറയും. അപ്പൊ നമ്മൾക്ക് എല്ലാം മുതലായാലും ഏത് രൂപത്തിലായാലും ബർക്കത്ത് ചെയ്യേണ്ടവൻ അള്ളാഹുവാണ്. ആ ബർക്കത്ത് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബർക്കത്തായ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, പാരമ്പര്യം നമ്മൾ നിലനിർത്തണം. കഴിഞ്ഞു പോയ തലമുറ നിർത്തിയ പാരമ്പര്യം, നമ്മൾ സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ പാരമ്പര്യം നിലനിർത്തുന്നവരല്ലേ, പുതിയതായിട്ട് കൊണ്ടുവരുന്നവരല്ലല്ലോ. നമ്മളെ നിലനിൽപ്പും വാസ്തവത്തിൽ മറുഭാഗത്തിൽ നമ്മൾ മാറ്റി നിർത്തിയതും പാരമ്പര്യത്തിന് ഘടകവിരുദ്ധം കാണിച്ചത് കൊണ്ടല്ലേ. നമ്മൾ പാരമ്പര്യം നിലനിർത്തേണ്ടവരാണ്. എന്താണോ പാരമ്പര്യമെങ്കിൽ ആ പാരമ്പര്യം നമ്മൾ നിലനിർത്തണം. നമുക്ക് പുച്ഛമായിട്ട് തോന്നാൻ പാടില്ല. അതുപോലെ തന്നെ പല രൂപത്തിലും പലവരും വരും, അത് നമ്മൾക്ക് പ്രശ്നമല്ല. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മുൻഗാമികൾ അവരെങ്ങനെയാണോ നമ്മൾക്ക് പാരമ്പര്യം കാണിച്ചതെങ്കിൽ ആ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഇതെല്ലാം തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് കൂടിയതാണ്. ഏതായാലും പറയേണ്ട ചിത്ര പറഞ്ഞു. നിങ്ങൾക്ക് ആരെങ്കിലും പ്രയാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്നും അതുപോലെ തന്നെ മുഅല്ലിമീങ്ങളായാലും ഖതീബുകളായാലും കൂടുതൽ സൗകര്യം കണക്കിലെടുക്കാതെ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മളെ റസാഖുലാർക്കൊക്കെ അറിയാം, ഞാൻ പ്രസിഡന്റാണ്. അവിടെ ചെറിയ മഹല്ലാണ്. അവിടെ എങ്ങനെ നോക്കിയാലും നമ്മളിൽപ്പെട്ട ഒരാൾ, നമ്മളെ സമസ്തയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കിട്ടാൻ വലിയ പ്രയാസം. കാരണം അവിടെ എത്താൻ കുറച്ച് പണിയാണ്, ബസ് കഴിഞ്ഞാൽ കുറച്ച് നടക്കണം. എങ്ങനെ മറ്റു വിഭാഗത്തിനാണെങ്കിൽ എമ്പാട് മത്തി കിട്ടും പോലെ കിട്ടും. നമ്മൾക്ക് എന്നാ ഈ കാത്തു നിൽക്കാൻ പറ്റുമോ? എന്നാൽ കിട്ടിയ സൗകര്യത്തിന് നേരെ നിൽക്കോ? എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഇതാ രാജിവെച്ചങ്ങ് പോക്കുവായി. അതല്ല വേണ്ടത്. നമ്മൾ വളരെയധികം പ്രയാസപ്പെടണം, വിഷമിക്കണം. നമ്മുടെ ഒരു മാലിന്യത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫിത്നയും ഫസാദും ആക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പറ്റി പറയണം, ആലിമീങ്ങളെ പറ്റി പറയണം. മറ്റുള്ളവരെ കുറ്റം പറയണമെന്നൊന്നുമില്ല. നമ്മൾ ആലിമീങ്ങളെ പറ്റി നല്ലത് പറയുമ്പോൾ മറ്റുള്ളവർ നല്ലതല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. മതിയല്ലോ തന്നെ. അങ്ങനെ നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ ദീനി ദഅവത്ത് ചെയ്യണം. സമസ്തന്റെ ആലിമീങ്ങളെ പറ്റി പറഞ്ഞാൽ തന്നെ പോരെ, സമസ്തന്റെ ആലിമീങ്ങളുടെ മധു പറഞ്ഞാൽ തന്നെ പോരെ. അതുപോലെ തന്നെ ഇടക്കൊക്കെ ബഹുമാനപ്പെട്ട ശംസുലമിന്റെ അടുക്കലേക്കൊക്കെ ആളെ സിയാറത്തിന് കൂട്ടിക്കൊണ്ടു പോകണം. കണ്ണുസ്താന്റെ ദർഗയിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടു പോകണം. മാറു വിഭാഗം വാസ്തുവിൽ ഏതെല്ലാം തന്ത്രങ്ങൾ പയറ്റിയിട്ടാണ് അവരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നത്, ഏതെല്ലാം രൂപത്തിൽ. മകരിന്റെ ഒരു തസ്ബീഹ് നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ ഫർളൈൻ എന്നുള്ള രൂപത്തിലല്ല ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ കാട്ടിക്കൂട്ടാൻ നമ്മൾ വേണം. മകരിന്റെ മുമ്പ് ഒന്ന് വരാൻ പറയണം, തസ്ബീഹ് ചൊല്ലിക്കാൻ പറയണം. ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞ അങ്ങനെ നമ്മൾ ഉസ്താദുമാർ അങ്ങനെയൊന്നും ഛർദ്ദിക്കൂല. മറ്റവരാണെങ്കിൽ കൃത്യം തസ്ബീഹ് ചൊല്ലിക്കുന്നു. കുട്ടികൾ നല്ല അച്ചടക്കാണ്. സലാത്തിന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്നില്ല അവർ രക്ഷിതാക്കൾ നോക്കൂലല്ലോ. പഠിപ്പിക്കാനൊക്കെ നമ്മൾ ഉസ്താദുമാരായിരിക്കും ഉഷാറ്, കുട്ടികൾ കൈവ് അങ്ങനെയായിരിക്കും. പക്ഷെ ഈ പുറംപൂച്ച് നോക്കിയാൽ ജനങ്ങൾക്ക് വലിയ താല്പര്യം മറ്റുവരെ, അത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ആ രൂപത്തിൽ നമ്മൾ ലോകമാന്യത്തിന് വേണ്ടിയിട്ടെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും അത് ആ രൂപത്തിൽ ദീനിന്റെ എല്ലാ ഷിആറുകളും കാത്തു സൂക്ഷിച്ച് നല്ലവരായി ജീവിച്ച് പ്രവർത്തിച്ച് മരിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞതിൽ വല്ല അപാകതയുമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്നും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും ഇൻഷാ അല്ലാഹ് ഈ ഡിസംബർ 21 തീയതി മുതൽ 25 തീയതി വരെ വാപ്പാന്റെ ഉറൂസും അതുപോലെ തന്നെ അവിടുത്തെ മക്കാമിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. പാണക്കാട് ഹൈദരലി ശിഹാബ് അതുപോലെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. നിങ്ങളൊക്കെ വരികയും സംബന്ധിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്നും കൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോടു കൂടി യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.